ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ട്രിക്കാണ്. അതായത് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് പല ബാങ്കുകളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ബാങ്ക്സ് ചോദിക്കുന്നതാണ്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ബാങ്കുകൾ പഠിക്കാനുള്ള ഒരു എളുപ്പവിദ്യയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ആദ്യത്തെ കാര്യം എന്ന് പറയുന്ന ഒരു 3 പോയിന്റ്സ് ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്: ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൻ്റെ അവസാനം ഉള്ളതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലായിരിക്കും. ഓൾമോസ്റ്റ് ഓൾ ബാങ്കിൻ്റെ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൻ്റെ എൻഡിലുള്ളത് എവിടെയായിരിക്കും? ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ബാങ്ക് ഓഫ് ഇന്ത്യ അത് മുംബൈയിലാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈയിലാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവിടെ ഒരു ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുണ്ട്, അതും മുംബൈയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ. പിന്നെ ഒരു യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, അതിൻ്റേത് മുംബൈയിലല്ല, കൊൽക്കത്തയിലാണ്. അതുമാത്രം ഒന്ന് ഓർത്തിരിക്കുക, അതൊരു എക്സെപ്ഷനാണ്. യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊൽക്കത്തയാണ്. ഇനി ഇതുപോലെ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഇല്ലാതിരുന്നിട്ടും മുംബൈയിൽ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഒരു ബാങ്കാണ് ദേന ബാങ്ക്. അപ്പോൾ ദേന ബാങ്കിൻ്റേത് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ. ഇനി അടുത്ത കാര്യം പറയാനുള്ളത്, ഒരു ബാങ്കിൻ്റെ പേരിൽ ഇന്ത്യൻ എന്ന് സ്റ്റാർട്ടിങ്ങിലുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലായിരിക്കും. ഇന്ത്യൻ ബാങ്ക് ചെന്നൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ചെന്നൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി ദ ബാങ്ക്സ് വിത്ത് നെയിം യു വെച്ച് നെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ബാങ്കുകൾ, അതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കത്തയിലാണ്. അതിന് ഒരു എക്സെപ്ഷനുണ്ട്. കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ച യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അത് യു വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. ഇനി UCO ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതിൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടെങ്കിലും അതിവിടെയാണ് വരുന്നത്, കൊൽക്കത്തയിൽ. അലഹബാദ് ബാങ്ക്, അതൊക്കെ എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പം യു വെച്ച് തുടങ്ങുന്ന UCO, യുണൈറ്റഡ് ബാങ്ക് ഉണ്ടെന്ന് ഓർക്കുക. കൂടാതെ ഒരു എക്സെപ്ഷനും ഓർത്ത് വയ്ക്കുക, കൊൽക്കത്തയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ബാങ്കാണ് അലഹബാദ് ബാങ്ക്. ഇനി അടുത്തത്, ഒരു ബാങ്കിൻ്റെ പേരിൽ പഞ്ചാബ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരിക്കും? ന്യൂഡൽഹിയിലായിരിക്കും. പഞ്ചാബ് എന്നുണ്ടെങ്കിൽ ന്യൂഡൽഹിയിലായിരിക്കും. പഞ്ചാബ് നാഷണൽ ബാങ്ക് ന്യൂഡൽഹി, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് അതും ന്യൂഡൽഹിയിലാണ്. ഓക്കെ. അപ്പോൾ പഞ്ചാബ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ന്യൂഡൽഹിയിലായിരിക്കും. ഇനി നമുക്ക് ടോട്ടൽ ഇപ്പോൾ എത്ര പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്? 21 പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്. അതിൽ 19 നാഷണലൈസ്ഡ് ആണ്, പ്ലസ് SBI പ്ലസ് IDBI ചേർന്നതാണ് ടോട്ടൽ 21 പബ്ലിക് സെക്ടർ ബാങ്കുകൾ. ഇനി ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഏതാണ്? അത് ചോദിച്ചാൽ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കാണ് ഏറ്റവും ഫസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക്. ഇനി ലേറ്റസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് എന്ന് പറയുന്നത് ജിയോ പേയ്മെൻറ്റ്സ് ബാങ്കാണ് ഏറ്റവും ലേറ്റസ്റ്റ്. ഫസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ക്യാപിറ്റൽ ലോക്കൽ ഏരിയ ബാങ്ക്. ഓക്കെ. ലേറ്റസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഏതാണ്? ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ആണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് bibimohanan.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ അവൈലബിൾ ആക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് മറ്റു പല നോട്ട്സും ലഭിക്കുന്നതാണ്. സോ ബ്ലോഗ് വിസിറ്റ് ചെയ്യുക ഫ്രീക്വൻ്റ് ആയിട്ട്. bibimohanan.com എന്നാണ്, BIBIMOHANAN.com. ഓക്കെ. സോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.